ഹലോ മക്കളെ, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് തിരക്കിലേക്കൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അഗ്നിപരീക്ഷയൊക്കെ തുടങ്ങി. എങ്ങനെയുണ്ട് അഗ്നിപരീക്ഷ? അയ്യോ, ഉറങ്ങി 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 മനുഷ്യന്റെ പരിപാടി. ആ പാട് 1 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ആ 1 മണിക്കൂർ തന്നെ ഏതാണ്ട് ഒരു യുഗം പോലെയാ തോന്നുന്നേ. എന്തുവാ ഇതല്ലേ? എല്ലാരും പറയുന്ന പോലെ സ്റ്റാർ മാജിക് 2 ആ ഒരു ഫീലാ കിട്ടുന്നത്. ഇതാണോ അഗ്നിപരീക്ഷ? അഗ്നിപരീക്ഷ എന്ന് അവരുടെ പ്രൊമോയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളേതാണ്ട് ഓർത്ത് ഏതാണ്ട് വലിയ സംഭവമായിരിക്കും. ഇതെന്തോന്നിത്? ചുമ്മാ സ്കൂൾ പിള്ളേർക്ക് ഓരോ ടാസ്ക് കൊടുക്കുക. സ്കൂളിലുള്ള പിള്ളേർക്ക് പോലും ഇതിലും നന്നായിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് ആയിരിക്കും കൊടുക്കുന്നത്. ഇതെന്തോന്നിത്? ചുമ്മാ കുറച്ച് ആൾക്കാർ വരുന്നു, 4 ഗ്രൂപ്പായി തിരിക്കുന്നു. അവിടെ ആദ്യത്തെ ഗ്രൂപ്പ് വരുന്നു, ഒരു കപ്പ് പെറുക്കി വെക്കുന്ന ഒരു ടാസ്ക് കൊടുക്കുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് വരുന്നു, അവര് കപ്പ് പെറുക്കി വെക്കുന്ന ടാസ്ക് വരുന്നു. മൂന്നാമത്തെ വരുന്നു, നാലാമത്തെ വരുന്നു. അങ്ങനെ നാലാമത്തെ ടീം ജയിക്കുന്നു, ഫസ്റ്റത്തെ ടീം തോക്കുന്നു. അതിൽ നിന്ന് കുറച്ച് പേരെ എടുത്ത് വേറെ ഇതിലേക്ക് ഇടുന്നു, ഡേഞ്ചർ സോണിലേക്ക് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് ആൾക്കാർ ചേർന്ന് കുറച്ച് ഒരേ ആൾക്കാരുടെ പേര് തന്നെ പറഞ്ഞു പോകുന്നു. നല്ല കഴിവുള്ള നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പിടിച്ച് ആദ്യമേ ഔട്ടാക്കി വിടുന്നു. കുറച്ച് നല്ല ജഡ്ജസിന് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നു. എന്ത് ജഡ്ജ്മെന്റാ! പുറത്ത് ഇറങ്ങിയേക്കുന്ന ഓരോരുത്തരുടെ കമന്റ്സ് ഒക്കെ കാണണം. ഓരോരുത്തർ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്, അവിടുത്തെ കണ്ടസ്റ്റൻസ് പുറത്തിറങ്ങിയിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ കാണണം. എല്ലാരും പറയുന്ന അൺഫെയർ ആ, കാണുന്ന നമുക്കും അൺഫെയർ ആയിട്ട് അത് തോന്നുന്നത്. കാരണം നന്നായിട്ട് പ്ലേ ചെയ്തുന്നവരെ അല്ലെങ്കിൽ കുറച്ച് നല്ല ആക്റ്റീവ് ആയിരിക്കുന്നവരെ എല്ലാം പിടിച്ച് ആദ്യമേ പുറത്താക്കുക കേട്ടോ. ഒരു യൂസും ഇല്ലാത്ത നമ്മുടെ ജഡ്ജസിന് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം അവിടെ പിടിച്ചു നിർത്തിക്കുക. ജഡ്ജസ് ഇന്നൊരു രീതിക്ക് ജഡ്ജ്മെന്റ്, നാളെ വേറൊരു രീതിക്ക് ജഡ്ജ്മെന്റ്. ഇന്ന് തെറ്റ് കണ്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പം, നാളെ തെറ്റ് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞില്ലേ അത് പ്രശ്നം. എന്തൊരു ജഡ്ജ്മെന്റ് ആണ്! എന്റെ പൊന്നോ, ആ പരിപാടി കാണാനേ തോന്നുന്നില്ല. എന്തൊരു ബോറും പരിപാടിയാ! അയ്യോ, എങ്ങനെയും ഒന്ന് ബിഗ് ബോസ് തുടങ്ങിയാ മതിയെന്ന് ആയിപ്പോയി. ഈ തമിഴില് തെലുങ്കൊക്കെ എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ അഗ്നിപരീക്ഷ പോകുന്നത്. ഇവിടെ 2 കപ്പ് എടുത്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് അത് മറിച്ചു വെക്കുന്നത്, അതാണ് ഇവിടുത്തെ ഗെയിം, അതാണ് ടാസ്ക് കൊടുക്കുന്നത്. അല്ല അതൊരു ഡിബേറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കിളി പോയ ജഡ്ജസും ഒരു ബോധമില്ലാത്ത ആങ്കർ എന്തുവാ കാണിക്കുന്നത്? ആങ്കർ അവരടുത്ത് കിടന്ന് ദേഷ്യപ്പെടുന്നു. പല എപ്പിസോഡ്സിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആങ്കർ ദേഷ്യപ്പെടുന്നു. എന്താ അല്ലെ, ആങ്കേഴ്സ് അങ്ങനെയാണോ ചെയ്യുന്നത്? ജഡ്ജസ് ദേഷ്യപ്പെടുന്നത് പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ആങ്കർ കിടന്ന് ദേഷ്യപ്പെടുന്നത് എന്താണോ? എനിക്കറിയില്ല എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. റെനീഷ ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു, നന്നായിട്ട് ചെയ്തോണ്ട് വന്നു. പിന്നെ റെനീഷയുടെ ഉള്ളിലെ മറ്റേ സീനിയർ ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവങ്ങൾ കയറി വന്നു. അങ്ങനെ റെനീഷ അത് കുളവാക്കി ഇപ്പൊ കയ്യിൽ തന്നിട്ടുണ്ട്. എന്തുവാണ് ഈ പരിപാടി ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നായിപ്പോയി. ഈ പരിപാടി തീർന്നിട്ട് ബിഗ് ബോസ് തുടങ്ങണം. ഞങ്ങൾക്ക് ബിഗ് ബോസാ കാണേണ്ടത്, അല്ലാതെ ഇവരുടെ ഈ കുനിഷ്ട് പിടിച്ച് ഈ ജഡ്ജസിന്റെ കുറെ ഫേവറിസം കാണാൻ നമുക്ക് താല്പര്യമില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? എന്താണേലും കമന്റ് ഇടുക. ഞാൻ ഇനി എന്നാണേലും കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടേക്കാം. ശരി, ഓക്കെ, ബൈ.